നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ. കനലൊരു തരി ആലത്തൂരായിരിക്കും. ആശ്വാസത്തിന്റെ കാറ്റ് ആലത്തൂരിൽ നടിക്കുന്നുണ്ട്. മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? കടലിൽ കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ? ഇത്തവണ 400-ലധികം. ഇത്തവണ 400-ലധികം. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇതെന്തായാലും ഒരു നാറ്റ കേസായി. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ LDFന് മുന്നിലേക്ക് NDA കേരളത്തിൽ അവരുടെ ലീഡ് നില ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ ചരിത്രം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിവ്. ആഗോളീകരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ പലരും ഞങ്ങളെ പുച്ഛിച്ച് തള്ളി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിലം തൊടിയിച്ചില്ല, 8 നില പൊട്ടി. BJP കേരളത്തിൽ ഇതാ താമര വിരിയിക്കുന്നു, അതും തൃശ്ശൂരിലൂടെ. ഗോവിന്ദ, ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. വല്ലാത്ത ചതിയായി. തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ ഇങ്ങ് എടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഇനി ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് പൊട്ടുന്നതെന്ന് എനിക്ക് കാണണം. എന്നെ പിന്താങ്ങുന്ന ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് അനുയായികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. തൃശ്ശൂരിൽ താമര വിരിയുമെന്ന ആവേശത്തിലാണ് BJP പ്രവർത്തകർ. അതിപ്പോ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ വാടും. ചിലക്കാണ്ട് അവിടെ ഇരുന്ന് വല്ലതും കഴിച്ചോ? അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. എന്നാ പിന്നെ വിട്ടോടാ. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവസാനത്തിൽ ജനങ്ങൾ, അനന്തപുരിലെ ജനങ്ങൾ എനിക്ക് ഈ 3 തവണ നൽകിയെന്ന വിശ്വാസം ഒരു 4ാം തവണയും കൂടി നൽകിയിട്ടുണ്ട്. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ? അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. എന്തായാലും അപ്രമാദിത്വം, ഒരു നരേന്ദ്രമോദിയുടെ വല്ലാത്തൊരു മേധാവിത്വം ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇല്ല. പ്രതിപക്ഷം അതിന്റെ കരുത്തുകാട്ടി തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ. ഓരോന്നിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ട്. ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഇക്കുറി തലയൂർത്ത് നിൽക്കാം. ഇതാ പറയുന്നത് ദൈവമുണ്ടെന്നും അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കുമെന്നും. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം.